ഓ യേശുവേ, പകരം തരാ എന്നെ അല്ലാതെ മറ്റൊന്നുമില്ലേ. ഒരുക്കപ്പെട്ടു, പകൽക്കപ്പെട്ടു, ഒരുക്കപ്പെട്ടു അവൻ നമുക്കായി. ഒരുക്കപ്പെട്ടു, പകൽക്കപ്പെട്ടു, ഒരുക്കപ്പെട്ടു അവൻ നമുക്കായി. കാൽവരി അടിക്കപ്പെട്ടു, തറയ്ക്കപ്പെട്ടു, കാൽവരി മൂന്നാണിലേ അടിക്കപ്പെട്ടു, തറയ്ക്കപ്പെട്ടു. ഓ യേശുവേ, പകരം തരാ എന്നെ അല്ലാതെ മറ്റൊന്നുമില്ലേ. ഓ യേശുവേ, പകരം തരാ എന്നെ അല്ലാതെ മറ്റൊന്നുമില്ലേ. യെശയ്യാപ്രവചനം 53-ാം അധ്യായം അതിന്റെ 4-5 വാക്യങ്ങളിൽ ഇപ്രകാരം കാണുവാൻ കഴിയുന്നുണ്ട്. സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു, നമ്മുടെ വേദനകളെ അവൻ ചുമന്നു. അവന്റെ അടിപ്പിണരുകളാ നമുക്ക് സൗഖ്യവും വന്നുവരിക്കുന്നു. യേശു കർത്താവ് ഒരിക്കൽ കാൽവരി ക്രൂശിൽ നമുക്ക് വേണ്ടി യാഗമായി തീർന്നു. സകല മനുഷ്യവർഗത്തിന്റെ മേൽ കിടന്ന ശാപത്തെയും പാപത്തെയും എന്നേക്കുമായി മാറ്റുവാൻ സകല മനുഷ്യവർഗ ജാതികൾക്ക് വേണ്ടി യേശു കർത്താവ് കാൽവരി ക്രൂശിൽ തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തു. ദൈവത്തിന്റെ പുത്രനായി ക്രിസ്തു നമുക്ക് വേണ്ടി ഒരുക്കപ്പെട്ടത് കൊണ്ടാണ്, തകർക്കപ്പെട്ടത് കൊണ്ടാണ് ഞാൻ നിങ്ങളും ഇന്ന് സന്തോഷത്തോടുകൂടെ സമാധാനത്തോടുകൂടെ ആ ദൈവത്തെ ആരാധിക്കുന്നത്. നാം അനുഭവിക്കുന്നതിനൊക്കെ കാരണമുണ്ട്, നമ്മുടെ നന്മകൾക്ക് കാരണമുണ്ട്, നമ്മുടെ സൗഖ്യത്തിന് കാരണമുണ്ട്, നമ്മുടെ ആരോഗ്യത്തിന് കാരണമുണ്ട്. ഇതെല്ലാം ദൈവത്തിന്റെ ദാനമാണ്. പക്ഷേ പകരം കൊടുത്തു തീർക്കുവാൻ നമ്മെക്കൊണ്ട് മറ്റൊന്ന് കൊടുത്തു തീർക്കുവാൻ കഴിയത്തില്ല. ഈ ഗാനം ശ്രവിക്കുന്ന സമയത്ത് ഞങ്ങളോട് ചേർന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയുമോ? ഇനിയുള്ള സമയം, ഇനിയുള്ള ആരോഗ്യം, ഇനിയുള്ള ആയുസ് അങ്ങേക്ക് വേണ്ടി മാത്രമായിരിക്കും. എത്ര പേർക്ക് അങ്ങനെ സമർപ്പിക്കാൻ മനസ്സുണ്ട്? ഓ കർത്താവേ, പകരം തന്നു തീർക്കുവാൻ എന്നെ അല്ലാതെ മറ്റൊന്നുകൊണ്ടും എനിക്ക് കഴിയത്തില്ല. അവൻ നമുക്ക് വേണ്ടി തൻ്റെ രക്തം ഒഴുക്കി നമ്മുടെ ശാപത്തെ എടുത്തു മാറ്റാൻ വേണ്ടി കാൽവരി ക്രൂശിൽ അവൻ നമുക്ക് വേണ്ടി 3 ആണിവേ യാഗമായി തീർന്നു. ഒഴുക്കപ്പെട്ട തിരുരക്തത്താ എൻ ശാപത്തെ മാറ്റിടുവോ. ഒഴുക്കപ്പെട്ട
നാളിലേ അടിക്കപ്പെട്ടു തറയ്ക്കപ്പെട്ടു. ഓ കാൽവരിയിൽ മൂന്നാളിലേ അടിക്കപ്പെട്ടു തറയ്ക്കപ്പെട്ടു. ഓ യേശുവേ പകരം തരാൻ എന്നെ അല്ലാതെ മറ്റൊന്നുമില്ലേ. ഓ യേശുവേ പകരം തരാൻ എന്നെ അല്ലാതെ മറ്റൊന്നുമില്ലേ. നിന്ദിക്കപ്പെട്ട ജീവിതങ്ങളെ, വെറുക്കപ്പെട്ട ജീവിതത്തെ യേശു കർത്താവ് സ്നേഹിക്കുന്നവനാണ്. ഒരുപക്ഷെ നമ്മുടെ ജീവിതം ലക്ഷ്യമില്ലാതെ പോയ സമയമുണ്ടായിരിക്കാം. എന്തിനു വേണ്ടി ഞാൻ ജീവിക്കുന്നു, എന്തിനാണ് ഞാൻ ഈ ഭൂമിയിൽ ആയിരിക്കുന്നത്? ഉത്തരമില്ലാത്ത ചോദ്യങ്ങളുമായിട്ടായിരിക്കും ഒരുപക്ഷെ നീ ഈ ഗാനം ശ്രമിക്കുന്നതെങ്കിൽ, വെറുക്കപ്പെട്ട നിന്റെ ജീവിതത്തെ ഉടച്ചു വാർക്കുവാൻ കഴിവുള്ള ഒരു യേശു കർത്താവ് നിന്നെ ഒരു പുതിയ രൂപമാക്കി, ഒരു പുതിയ അനുഭവത്തിൽ, നീ ഒരിക്കലും കാണാത്ത നിലയിൽ, ഒരിക്കലും അനുഭവിക്കാത്ത ഒരു തലത്തിൽ നിന്നെ എത്തിക്കുവാൻ കഴിവുള്ള ഒരു ദൈവം ജീവിതത്തെ ഒരുക്കി മടക്കി തരുവാൻ അവന് മാത്രമേ കഴിയത്തുള്ളൂ. ആ സ്നേഹത്തിന് മാത്രമേ അത് കഴിയത്തുള്ളൂ. വിശ്വസിക്കുന്നവർക്കായിട്ട് ഞങ്ങളുടെ ദൈവത്തിന് മഹത്വം കൊടുക്കുകയാണ്. വെറുക്കപ്പെട്ട എൻ ജീവിതത്തെ മടക്കിത്തരാ അവൻ വെറുക്കപ്പെട്ട എൻ ജീവിതത്തെ മടക്കിത്തരാ അവൻ എനിക്ക് കാൽവരിയിൽ ജീവിതയാത്രയിൽ ഒരുപക്ഷെ ലക്ഷ്യമില്ലാതെ അറിയുന്ന വ്യക്തിയായിരിക്കാം നീ. വളരെ ദുഃഖത്തിലൂടെ കടന്നു പോകുന്ന വ്യക്തിയായിരിക്കാം. വളരെ ആകുലതകൾ ഒരുപക്ഷെ നിന്റെ മേലുണ്ടായിരിക്കാം. പക്ഷേ നമ്മുടെ സകല ഭാരങ്ങളെ ചുമക്കാം എന്നരുളിച്ചത് ദൈവം, നമ്മുടെ രോഗങ്ങളെ സൗഖ്യമാക്കാം എന്നരുളിച്ചതവൻ ഈ പകൽക്കാലം നിന്നെ സൗഖ്യമാക്കുവാൻ, നിന്റെ വേദനകളിൽ നിന്ന് നിന്നെ മാറ്റുവാൻ, ഒരു പുതിയ അനുഭവത്തിലേക്ക് നിന്നെ കൊണ്ടെത്തിക്കുവാൻ കഴിവുള്ളൊരു ദൈവം ഈ പകൽക്കാലം നിന്റെ അടുക്കലുണ്ട്. വചനം പറയുന്നു,
Abide in me, I in you. നിങ്ങൾ എന്നിൽ വസിപ്പിൻ, ഞാൻ നിങ്ങളിലും വസിക്കും. അങ്ങനെയാണെങ്കിൽ വചനം പറയുന്നത്, whatever you ask, it shall be done for you. നിങ്ങൾ എന്ത് ചോദിച്ചാലും വിശ്വാസത്തോടുകൂടെ എന്ത് ചോദിച്ചാലും അത് പുത്രൻ മഹത്വം എടുക്കുവാൻ നൽകി തരാമെന്ന് വാക്കു പറഞ്ഞ ആ ദൈവത്തിന്റെ കരം ഇന്ന് പകലിൽ ഞങ്ങൾ പാടിക്കൊണ്ട് നിൽക്കുന്ന ഈ സമയത്ത് തന്നെ ഞാനത് മനസ്സിലാക്കുന്നു. ആ ദൈവത്തിന്റെ കരം നിന്നെ തൊടുകയാണ്. വിശ്വാസത്തോടു കൂടി ചോദിച്ചാട്ട്, വിശ്വാസത്തോടു കൂടി യാചിച്ചാട്ട് സ്വർഗം നിങ്ങൾക്കായി ഇപ്പോൾ തന്നെ അത് നൽകി തരും. ഞാൻ നിന്നിലും നീ എന്നിലും, ഞാൻ നിന്നിലും നീ എന്നിലും, എന്നെ പൂർണ്ണമായി മാറ്റണേ. ഞാൻ നിന്നിലും നീ എന്നിലും, ഞാൻ നിന്നിലും നീ എന്നിലും, എന്നെ പൂർണ്ണമായി മാറ്റണേ. ഞാൻ നിന്നിലും നീ എന്നിലും, ഞാൻ നിന്നിലും നീ എന്നിലും, എന്നെ പൂർണ്ണമായി മാറ്റണേ. നാം കർത്താവിൽ വസിപ്പാൻ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ ഓരോ ദിവസവും അവന്റെ ദയ, അവന്റെ വിശ്വസ്തത, അവന്റെ കരുണ നമുക്ക് അനുഭവിപ്പാൻ കഴിയും. നമ്മൾ അനുഭവിക്കുന്ന ഉയർച്ചകൾക്ക്, പുകഴ്ചകൾക്ക്, അനുഗ്രഹത്തിന് കാരണം യേശു മാത്രമാണ്. എല്ലാ ഉയർച്ചകൾക്കും, എല്ലാ പുകഴ്ചകൾക്കും, എല്ലാ പുകഴ്ചകൾക്കും നാഥാ നീയല്ലോ. എല്ലാ നന്മകൾക്കും, എല്ലാ ഉയർച്ചകൾക്കും, എല്ലാ പുകഴ്ചകൾക്കും നാഥാ നീയല്ലോ. ഞാൻ നിന്നിലും നീ എന്നിലും, ഞാൻ നിന്നിലും നീ എന്നിലും, എന്നെ പൂർണ്ണമായി മാറ്റണേ. ഞാൻ നിന്നിലും നീ എന്നിലും, ഞാൻ നിന്നിലും നീ എന്നിലും, എന്നെ പൂർണ്ണമായി മാറ്റണേ. Lord, we praise you. Hallelujah. Lord, we praise you. ലോകം കാണാൻ പോകുന്ന ഏറ്റവും വലിയ സംഭവം യേശു കർത്താവിന്റെ രണ്ടാമത്തെ വരവാണ്. വചനം ഇങ്ങനെ പറയുന്നു, കർത്താവ് തൻ ഗംഭീര നാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്കുകയും ജീവനോട് ശേഷിക്കുന്ന നാം രൂപാന്തരം പ്രാപിച്ച് അവനോട് കൂടെ എടുക്കപ്പെടും. ഈ വചനങ്ങളാൽ അന്യോന്യം ആശ്വസിപ്പിച്ചുകൊള്ളുകയും. എത്ര ശ്രേഷ്ഠമൊരു വചനമാണ് നാം കാണാൻ പോകുന്ന കാഴ്ചയാണ്.
യേശു കർത്താവിന്റെ രണ്ടാമത്തെ വരവ്. തനിക്കായി കാത്തിരിക്കുന്ന വിശുദ്ധന്മാരെ ചേർക്കുവാൻ യേശു കർത്താവും ദൂതന്മാരുമായിട്ട് കാഹള ധ്വനിയുടെ അകമ്പടിയോടുകൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരും. ഇന്ന് പകലില് അപ്രത്യാശയുടെ അനുഭവം നിനക്കുണ്ടാകണമെങ്കിൽ കർത്താവിന്റെ ആയിത്തീരണം. യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കണം. അവന് വേണ്ടി ജീവിക്കണം. കാഹളത്തിന് മുമ്പേ ഒരുപക്ഷെ മരണം സംഭവിച്ച ഒരു പ്രത്യാശയോട് കൂടി നീ മരിച്ച അതേ കാഹളത്തിന്റെ ശബ്ദം തുടങ്ങി കേൾക്കുമ്പോൾ വിശുദ്ധന്മാർ പറന്നുയരുന്ന സമയത്ത് നീയും ആ കൂട്ടത്തിൽ കാണും. ഇന്ന് പകലില് ആ രക്ഷയുടെ സന്തോഷം ഒരുപക്ഷെ ഇല്ലാത്തവരായിട്ട് ആരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ ഈ ഗാനത്തിലൂടെ, ഈ വചനത്തിലൂടെ ഞങ്ങൾക്ക് നിങ്ങളോട് പറയാനുള്ളൊരു വാക്കുണ്ട്. നഷ്ടപ്പെട്ടു പോകരുത്. നീ കർത്താവിനെ വിശ്വസിച്ച അവനിൽ ആയിത്തീർന്നാൽ അക്കാഹളത്തിന്റെ ശബ്ദം കേൾക്കുമ്പോൾ വിശുദ്ധന്മാർ ഉയർക്കപ്പെടുന്ന സമയത്ത് നീയും ആ കൂട്ടത്തിൽ കാണും, ഞങ്ങളും കാണും. നമുക്ക് ചേർന്ന് പാടാം. കാഹളത്തിന്നാദം വാനിൽ കെട്ടിടാറായി കാന്തൻ തൻ കാന്തയെ വാനിൽ ചേർത്തിടാറായി. കാഹളത്തിന്നാദം വാനിൽ കെട്ടിടാറായി കാന്തൻ തൻ കാന്തയെ വാനിൽ ചേർത്തിടാറായി. നാം കേട്ടിടുമേ ആർപ്പിൻ ധ്വനികളെന്ന്, നാം കണ്ടിടുമേ ആത്മമണവാളനെ. ഹായത്ര ഭാഗ്യമേ. നാം കേട്ടിടുമേ ആർപ്പിൻ ധ്വനികളെന്ന്, നാം കണ്ടിടുമേ മണവാളനെ. ഹായത്ര ഭാഗ്യമേ. നാം കേട്ടിടുമേ ആർപ്പിൻ ധ്വനികളെന്ന്, നാം കണ്ടിടുമേ മണവാളനെ. ഹായത്ര ഭാഗ്യമേ. Lord in Christ, hallelujah. Hallelujah. Mighty Jesus. Hallelujah. ക്രൂശ് മരണത്താൽ നമുക്ക് ലഭിച്ച ഭാഗ്യം എന്ന് പറയുന്നത് നിത്യമായൊരു ജീവിതമാണ്. മനുഷ്യന്റെ കരങ്ങളാൽ നിർമ്മിക്കപ്പെടാത്ത ഒരു ഭവനം ദൈവം നമുക്ക് സ്വർഗത്തിൽ ഒരുക്കിയിട്ടുണ്ട്. വിശ്വാസികളുടെ പിതാവായ അബ്രഹാം പരദേശിയായി ഈ ഭൂമിയിൽ പാർത്തു. തന്റെ മക്കളിലേക്ക് ആ വാഗ്ദത്തം പകർന്നു കൊടുത്തു. ദൈവം അനുവദിച്ച അയച്ച എല്ലാ ഇടങ്ങളിലും അബ്രഹാം കൂടാരം മാറ്റി മാറ്റി അടിച്ചു. അവിടെയെല്ലാം യാഗമർപ്പിച്ചു, ദൈവത്തെ ആരാധിച്ചു. ദൈവിക വാഗ്ദത്തങ്ങളെല്ലാം ദൈവം വാരിക്കൊല്ലിക്കൊടുത്തു. പക്ഷേ അവസാനം അബ്രഹാമിന് മനസ്സിലായി, ഈ ഭൂമിയിലെ വാസമല്ല എനിക്കുള്ളത്, ഞാനിവിടെ പരദേശിയാണ്. എനിക്ക് നിത്യമായൊരു വാസം സ്വർഗത്തിലുണ്ട്. മനുഷ്യൻ തൻ്റെ കരകൾ കൊണ്ട് നിർമ്മിക്കാത്ത, സർവശക്തനായ ദൈവം ഒരുക്കിക്കൊടുത്ത ഒരുക്കിയ ഒരു നിത്യവാസം, ഒരു നിത്യഭവനം ദൈവം എനിക്കായി ഒരുക്കിയിട്ടുണ്ട്.
ഇത് ലഭിക്കാൻ കാരണം കാൽവരി ക്രൂശിലെ മരണമാണ്. യേശു കർത്താവ് തന്റെ രക്തം വിലയായി കൊടുത്തത് കൊണ്ടാണ്. തീത്തോസിന് എഴുതിയ ലേഖനം 2-ാം അധ്യായം 14-ാമത്തെ വാക്യം പറയുന്നു, യേശു കർത്താവ് തന്റെ ജീവൻ മറുവിലയായി കൊടുത്തു. എന്തിനു വേണ്ടിയാണ്? നിത്യതയിൽ ദൈവത്തോടൊപ്പം അവന്റെ സ്വരൂപത്തിൽ ഉണ്ടാക്കിയ മനുഷ്യൻ ദൈവത്തെ ആരാധിക്കണം. അതുകൊണ്ട് എല്ലാ മനുഷ്യവർഗത്തെയും യേശു ദൈവം സ്നേഹിക്കുന്നു. തന്റെ പുത്രനെ ഈ ഭൂമിയിലേക്ക് അയച്ചത് തന്നെ അതിന്റെ കാരണത്താലാണ്. കാൽവരിയിൽ തന്റെ രക്തം ബലിയായി കൊടുത്ത് യേശു കർത്താവ് സകല മനുഷ്യവർഗത്തിന് വേണ്ടി ക്രൂശിൽ മരിച്ചു. നമ്മുടെ കണ്ണുകൾ സ്വർഗത്തിലേക്ക് ഉയർത്താം. നമ്മെ ഉന്നതനാക്കാൻ, ഉയർത്തുവാൻ യേശു കർത്താവ് നമുക്കായി ജീവൻ നൽകി. ക്രൂശിൽ ചൊരിഞ്ഞ രക്തം മൂലമായി നമ്മുടെ പാപത്തെ അകറ്റി നമ്മെ ഉന്നതന്മാരാക്കി, മാറോടടച്ചു. എത്ര വലിയ സ്നേഹം! വചനം പറയുന്നു, ദൈവത്തിന്റെ സ്നേഹം നമ്മിൽ പകർന്നിരിക്കുകയാണ്. ക്രൂശിൽ ചൊരിഞ്ഞ രക്തം മൂലമാ, ക്രൂശിൽ തകർന്ന പ്രിയൻ മൂലമാ, ക്രൂശിൽ ചൊരിഞ്ഞ രക്തം ഹേതുവാ, ക്രൂശിൽ തകർന്ന പ്രിയൻ മൂലമാ, എന്നെ വീണ്ടെടുത്തു, എന്നെ മാറോടടച്ചു, എന്നെ ഉന്നതനാക്കി ഈ ഭൂമി. ആ മഹത്വം കാണുന്നു ഞാൻ, ആ സാന്നിധ്യം മതി എനിക്ക്, ആ മഹത്വം കാണുന്നു ഞാൻ, ആ സാന്നിധ്യം മതി എനിക്ക്. അങ്ങേ മറവിൽ എന്നും വസിപ്പാൻ രക്തത്താലെന്നെ ശുദ്ധീകരിക്കാൻ. അങ്ങേ മറവിൽ എന്നും വസിപ്പാൻ രക്തത്താലെന്നെ ശുദ്ധീകരിക്കാൻ. എല്ലാം പോരും മാറുന്നു, എല്ലാം കെട്ടും പൊട്ടുന്നു, ആത്മശക്തി വീണ്ടും പകർന്നിടുമ്പോൾ ആ വിടുതൽ കാണുന്നു ഞാൻ, ആ മഹത്വം ഇറങ്ങണമേ. ചില നമ്മുടെ മേൽ കിടന്ന ശാപത്തിന്റെ രോഗത്തിന്റെ മുഖം തകർത്തു, നിന്നയകറ്റി
സ്വതന്ത്രനാക്കി നിത്യത നൽകി നമ്മുടെ ദൈവം. എൻ്റെ മേൽ നിന്ന ശാപത്തിൻ്റെയും രോഗത്തിൻ്റെയും മുഖം തകർത്തു. എൻ്റെ മേൽ നിന്ന ശാപത്തിൻ്റെയും രോഗത്തിൻ്റെയും മുഖം തകർത്തു. എൻ്റെ നിന്നയകറ്റി എന്നെ സ്വതന്ത്രനാക്കി എന്നിൽ നിത്യത നൽകി എൻ കാതൻ. യേശു വന്നിടും എന്നെ ചേർപ്പാനാ ആശയേറുന്നേ അങ്ങേ കാണുവാൻ. യേശു വന്നിടും എന്നെ ചേർപ്പാനാ. ഓ ഹല്ലേലൂയ. യേശു വന്നിടും എന്നെ ചേർപ്പാനാ ആശയേറുന്നേ അങ്ങേ കാണുവാൻ. കാൽവരി ക്രൂശിലേക്ക് നിങ്ങളുടെ കണ്ണുകളെ ഉയർത്തി ഈ സമയം ഞങ്ങളോട് ചേർന്ന് പ്രാർത്ഥിപ്പാൻ മനസ്സ് വെച്ചാട്ട് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ നിന്നെ അകറ്റിയ ദൈവം, ശാപത്തെ മാറ്റിയവൻ, നമുക്കായി ജീവൻ നൽകിയവൻ വീണ്ടും വരും നമ്മെ ചേർക്കുവാൻ. കണ്ണുകളെ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗപിതാവേ, നന്ദിയോടെ ഞങ്ങൾ അങ്ങ് സ്തുതിക്കുകയാണ്. ഇന്ന് പകൽക്കാലം ഞങ്ങൾക്ക് ഒരുമിച്ച് പാടി ആരാധിക്കുവാൻ ദൈവകൃപ നൽകിയല്ലോ. അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി ജീവൻ നൽകി ഞങ്ങളെ വീണ്ടെടുത്തു. മക്കളും അവകാശികളും ആക്കി തീർത്തതോർത്ത് നന്ദി പറയുന്നു. ഈ ഗാനം ശ്രവിച്ച ഏവരും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവരായിരിക്കുന്നിടങ്ങളിൽ സ്വർഗം അവരോട് ഇടപെട്ടതിനായി സ്തോത്രം. നിത്യതയ്ക്ക് വേണ്ടി ഒരുക്കണമേ, വരവിന് വേണ്ടി ഒരുക്കണമേ. സമാധാനത്തോടെ സന്തോഷത്തോടു കൂടെ അനുഗ്രഹിക്കപ്പെട്ടവരായി ജീവിപ്പാൻ ഇടവരുത്തണം. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ.